റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസത്തിൻ്റെ വിഷയം തങ്ങളിവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് ഒരു ദിവസവും 2 ദിവസവും 3 ദിവസവും 1 കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലവും ജീവിതവും മരണം വരെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് ഈമാനോടെ മരിക്കുക എന്നുള്ളതാണ്. മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മരിക്കണം എന്നുള്ളതാണ് ചുരുങ്ങിയ നമ്മുടെ വിഷയ അവതരണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ജീവിതത്തിൽ ഫാന് 2 ഓർക്കന്നെ വെച്ചിന്. അല്ല, ആള് കുറേ ഉണ്ടാവും, എനിക്ക് കുറച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുന്നു ഓതി കുറച്ച അല്ലേ. ഏതുമാവും മൈക്കൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ. മോണിറ്ററിന് സൗണ്ട് ഇല്ല, ഇനി കൂട്ടാം. ആടെ വേണ്ടത്ര മാത്രം ആക്കി മതി, ആർക്കും ബുദ്ധിമുട്ടാക്കണ്ട. അങ്ങനെ അത് ഈ മൈക്കൻ്റെ അടുത്ത് മുമ്പിൽ ഇരിക്കുന്നവർക്കാണ് ഇതിൻ്റെ അടങ്ങിയത്. പറയുന്ന ആൾക്ക് ഇതൊന്നും അറിയുന്നില്ല, പറയുന്ന ആൾക്ക് എത്ര സൗണ്ട് ഉണ്ടെങ്കിലും മതിയാന്നില്ല അല്ലേ. ഇപ്പൊ എല്ലാം മൈക്കയും ബോക്സും സൗണ്ടും എക്കോ എല്ലായിട്ട് നിസ്കാരവും 4 ആളുള്ള ഇമാം ജമാഅത്തും എക്കോ ഇട്ടിട്ട് തന്നെ നിസ്കരിക്കുന്നു. അതൊരു സുഖം അല്ലേ. 2 ആളുണ്ടെങ്കിലും സ്വലാത്തിന് മൈക്ക വെച്ച് നാട്ടുകാരെല്ലാം സ്വലാത്ത് ഒരുമിച്ച് ചെല്ലുന്നിടത്തും ആവശ്യമുള്ളയിടത്തും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തയിടത്തും അതൊക്കെ അതാത് നാട്ടിൻ്റെ സൗകര്യവും ഹുർമത്തും ഐക്യവും സമാധാനമൊക്കെ നോക്കി വേണ്ട പോലെയൊക്കെ ചെയ്യാവുന്നതുമാണ്. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ നിസ്കരിക്കുമ്പോൾ എല്ലാം മൈക്ക് അങ്ങനെ വെക്കുന്നതുകൊണ്ട് ചില അടങ്ങേറ് അല്ലേ. മാമൂമിങ്ങൾ അടങ്ങേറില്ലാതെ മെല്ലെ സാവകാശത്തിൽ ചില ആൾക്ക് ഈ വസ്വാസലായിട്ട് കിട്ടുന്നുമില്ല. ഫാത്തിയ നേരെ ഇടങ്ങേറായിട്ട് ഓതിയിട്ട് ഇയ്യാക്ക നഅ്ബുദുവിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഉസ്താദ് മാലിക് യൗമിദ്ദീൻ മൈക്കലും എല്ലാം തെറ്റി സുറൂനോതി. ഫാത്തിയ തീരുമ്പോൾ ഇമാമ റുക്കൂലേക്ക് പോയിട്ട് സുജൂദിലേക്ക് പോയിട്ടായി. ചില ഉസ്താദും ഉസ്താദല്ല, നല്ല ഉസ്താദ് എന്നെ പോലത്തെ ഉസ്താദന്മാരെല്ലാം തേക്കിടലും അല്ലെ മൂക്ക് വലിക്കലും സുജൂദിൻ്റെ എല്ലാം ഈ മൈക്കലെല്ലാം അങ്ങനെ ഫസ ഫസ ഫസാന്ന് അങ്ങനെ കേട്ടോണ്ടുണ്ടാകുമ്പോൾ മാമൂമിങ്ങൾക്ക് ഈ നിസ്കാരത്തിൽ ഇടങ്ങേറുണ്ട് എന്നുള്ളത് എന്നെ പോലത്തെ ഇമാമിങ്ങളും മനസ്സിലാക്കാത്തൊരു വിഷയമാണ്. എൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. ഇനിയിപ്പോൾ ഏതായാലും തമാശ പറയുന്ന ഉസ്താദ് പറഞ്ഞുകൊണ്ട് മര്യാദക്ക് അല്ലേ ആള് അങ്ങനെ തന്നെയാണ്. വെറും മര്യാദക്ക് നോക്കിയിട്ട് മുത്താല ചെയ്തിട്ട് ആയത്തും ഹദീസും ഇബാറത്തും പറഞ്ഞിട്ട് ബയൽ പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വേണ്ട. അപ്പം മണിക്കൂറാകുമ്പോൾ പാതിയാള് വായു വളക്കാനും പാതിയാള് സമയം നോക്കാനും തുടങ്ങും. അപ്പം അതിനും വേണ്ടിയിട്ട് ഞാൻ ഉസ്താദോട് തന്നെ പറഞ്ഞിനി, മനുഷ്യന്മാർ ടൈം നോക്കുന്നതിന് മുമ്പായിട്ട് ഞമ്മ നിർത്തിയിട്ട് ദ്വാരന്നിട്ട് പിരിയും. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. തങ്ങളുപ്പാപ്പക്ക് വേണമെങ്കിൽ പോവാ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർക്കും തങ്ങന്മാർക്കുള്ള വയലല്ല നമ്മൾ പറയുന്നത്. നമുക്കൊരു ബർക്കത്താണ്. നല്ലൊരു പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സയ്യിദാണ് അല്ലാഹു തആല. ആ സയ്യിദിന്റെ ജീവിതത്തിലും കാര്യങ്ങളിലെല്ലാം റഹ്മത്തും ബറക്കത്തും റാഹത്തും ഒരുപാട് ആളുകൾക്ക് അത്താണിയായി ജീവിക്കാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അഭിനന്ദരായ തങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അങ്ങനെ ഒരു ഉസ്താദ് നിസ്കരിച്ചിട്ട് അല്ലേ കുറെ ആയി, ആൾക്കാർക്ക് ഇടങ്ങേറായി. പറഞ്ഞെങ്കിൽ ഉസ്താദ് മൈക്ക് എടുക്കുന്നുമില്ല, മൈക്ക് അവനെ ബാണ്ടാലെങ്കിൽ ഉസ്താദ് കേൾക്കുന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ലുഹുറുസ്കാരത്തിന് ലുഹുറുസ്കാരത്തിനെല്ലാം വെക്കും എല്ലായിടത്തും. ആവശ്യമുള്ളപ്പോൾ മൈക്ക വിരോധി എന്തോ അല്ലവാ. മൈക്ക വേണ്ടടുത്ത് 1, 2, 4 വേണ്ടടുത്ത് 4 വെക്കണം. നിസ്കരിച്ച് ആര് പറഞ്ഞിട്ട് ഇയാൾ കേൾക്കുന്നില്ല. ഇരിക്കട്ട് മോശമില്ല എന്ന് തന്നെ പറയുന്നു. ലാസ്റ്റ് അയാൾ എടുക്കേണ്ടി വന്നൊരവസരം വരുന്ന ലുഹുറുസ്കാരത്തിൽ ഇങ്ങനെ 4ാമത്തെ റക്അത്തിലേക്ക് നിന്നിട്ട് ഉസ്താദ് എന്ത് ബേജാറിലുണ്ടായെന്തോ. സെക്രട്ടറി ശമ്പളം നേരെ കൊടുത്തിട്ടുണ്ടാവല്ലോ അല്ലെ. സെക്രട്ടറി കൊടുക്കണമെങ്കിൽ നാട്ടുകാർ ഒന്നിക്ക മര്യാദയ്ക്ക് കൊടുക്കണ്ടേ, സെക്രട്ടറിന്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഏതാണെങ്കിലും ഉസ്താദ് ബേജാറിൽ 4ാമത്തെ റക്അത്തിലേക്ക് നിന്നിട്ട് എന്ത് പറഞ്ഞു? ഉസ്താദിന് എന്താ മാനസികമായിട്ട് എന്തോ വിഷമത്തിലെ ബേജാറിൽ ഉണ്ടായതാന്തോ 4ാമത്തെ റക്അത്തിൽ നിന്നിട്ട് അത്തഹിയ്യാത്ത് ഓതി. അന്ന് പിന്നെ നാട്ടുകാരിൽ പറഞ്ഞ് എന്നെ ളുഹുർക്കും അസർക്കും മൈക്ക വെക്കാനേ കായലാന്ന് പാസ്സാക്കി. ഉസ്താദിന് ചെല്ലനാന്നാ ഇനി വെക്കണോന്ന്. കാരണം 4ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് ഓതിയത് എല്ലാവരും കേട്ടിട്ടു ആയി. എങ്ങനെ അല്ലേ? അങ്ങനെയുണ്ട്. അതിന് മുന്നൊരു സംഭവം നടത്തി എന്നിട്ടും നിർത്തിയിട്ടില്ല. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അസറുസ്കാരത്തിന് ഉസ്താദ് ഫാത്തിഹ ഗൈരിൽ മൈക്കയിൽ വെച്ച് ബായിന്റെ ഉള്ളിലേക്കല്ലിനെ വെക്കുന്നത് തിന്നും പോലെ അങ്ങനെ വെച്ചിട്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അപ്പൊ ബയ്യെന്ന് 2 തൊണ്ടമാർ ആമീന്നും ചൊല്ലി അസർക്ക് മഗ്രിബിനല്ല ഇശാക്കുമല്ല. അപ്പൊ ഏതുമായിട്ട് അപ്പൊ എന്താ ചെയ്യാ, മോണിറ്ററിന് ആവശ്യമുള്ള 2 ഇടത്തും വലത്തും സൗണ്ട് കൂട്ടാ. ആടെ ജനങ്ങൾക്ക് ഇടങ്ങേറാവാത്ത പോലെ
മനുഷ്യന്മാർക്ക് ഒരു തിരിയുന്ന പോലെ എന്താക്കുക വെച്ചു വെക്കുക. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലും മരണത്തിലും അല്ലാഹുവിനെ ഖൈർ നൽകണം. അല്ലാഹു തആല പറയുന്നു വജഅൽനൽ ലൈല വന്നഹാറ ആയതൈൻ. രാത്രിയും പകലും കൂടുമ്പോഴാണ് ഒരു ദിവസം. ആ ദിവസത്തിലെ രാത്രിയും പകലും റബ്ബ് തആല ദൃഷ്ടാന്തമാക്കുകയാണ്. ഈ രാത്രി എന്നുള്ളത് ദൃഷ്ടാന്തമാണ്, പകല് ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഈ രാത്രിയും പകലും എന്നുള്ളത്. രാത്രിയുടെ ആദ്യവും പകലിന്റെ ആദ്യവും ഒരു മനുഷ്യൻ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം എന്നുള്ളതാണ്. പകലിന്റെ തുടക്കത്തിൽ ഇബാദത്ത് ചെയ്താൽ പകൽ മുഴുവനും ഇബാദത്തിന്റെ പുണ്യമാണ്. രാത്രിയുടെ തുടക്കത്തിലെ ആരാധന രാത്രി മുഴുവനും ഇബാദത്തെടുത്ത കൂലിക്ക് കാരണമാണ്. പകലിന്റെ തുടക്കം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗ കൊട്ടാരമാണ് അല്ലാഹു തയ്യാറാക്കി വെക്കുന്നത്. തഹജ്ജുദ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. ഈ നിസ്കരിക്കുന്നത് ആരോടും പറയാതിരിക്കുകയും വേണം. നിസ്കരിച്ചിട്ട് അല്ലെ തഹജ്ജുദിന് എണിച്ചിട്ടാകുമ്പോ എന്തുമായ ഉസ്താദ് മയന്റെ വെള്ളത്തിൽ തഹജ്ജുദും പോയി, അവന്റെ എല്ലാ ഇബാദത്തും പോയി അല്ലെ. ഈ തഹജ്ജുദിനെ എണീക്കുന്നത് പറയലല്ല. ചില ആളുകൾക്ക് അറിയില്ല അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല. പിന്നെ ചില ആൾ പറഞ്ഞത് അങ്ങനല്ല ഉസ്താദ്, ഞാൻ നിസ്കരിച്ചിരുന്ന് അറിയിക്കാൻ വേണ്ടി ചെന്നല്ല, ഞാനിത് ഇന്ന് ചെല്ലാൻ ഇന്നലെ തുടങ്ങിയെന്നല്ല, 40 കൊല്ലായി, 40 കൊല്ലത്തൊക്കെ പോയി അല്ലേ. അങ്ങനെയാ ഒരുതല്ലദീനഹും യുറാഊൻ. ആളുകളെ കാണിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഇജാബുൽ മർഇ ബിനഫ്സിഹി അല്ലേ, സ്വന്തമായിട്ട് അവൻ അങ്ങനെ ഉജ്ജബ് പറയാ, പാടുക. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കണം. ഒരൊറ്റ ദിവസത്തിന്റെ തഹജ്ജുദും ഒരാളും നമ്മൾ പറഞ്ഞ് അറിയരുത്. അങ്ങനെ പറഞ്ഞിട്ടറിയുമ്പോൾ അതിൽ ഒരുപാട് നഷ്ടമാണ്. ഉറക്ക് നഷ്ടം, നരകം പ്രതിഫലവും. എന്തിനാണ് അങ്ങനെയുള്ള തഹജ്ജുദ്? നിസ്കരിച്ചില്ലെങ്കിലും വിരോധമല്ല. നിസ്കരിച്ചിട്ട് ആളുകളോട് ഞാൻ വല്ല തഹജ്ജുദ്കാരനാണെന്ന് പറയണ്ട. തഹജ്ജുദിന്റെ വേളയിൽ ഏറ്റവും ബറക്കത്തിറങ്ങുന്ന, റഹ്മത്തിറങ്ങുന്ന സമയമാണ്. അള്ളാന്റെ സുഖലോക സ്വർഗത്തിൽ നിന്ന് സ്വർഗസുഖാനന്ദം അടിച്ചു വീശുന്ന സമയമാണ് തഹജ്ജുദിന്റെ വേള. രാവിലെ ഈ തഹജ്ജുദിന്റെ നേരത്ത് സ്വർഗത്തുനിന്നൊരു കാറ്റിങ്ങനെ അടിച്ചു വരുന്നുണ്ട്. ഹാജിയാരുടെ, ഉസ്താദിന്റെ, എല്ലാ പാവപ്പെട്ടവന്റെ, പണക്കാരന്റെ വീട്ടുമുറ്റത്തേക്ക് ആ കാറ്റ് വരുന്നുണ്ട്, സ്വർഗത്തിന്റെ കാറ്റ്. ആ കാറ്റ് സ്വീകരിക്കാൻ നമ്മളെല്ലാം പുരയില് ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് ഉണ്ടാകണം. 2 കൂട്ടർക്ക് മലക്കിന്റെ ദുആ ഉണ്ട്, 2 കൂട്ടർക്ക് മലക്കുകളെ ദുആ ഉണ്ട്. ആർക്കല്ലാണ് 2 കൂട്ടർ? നോക്ക, ചള്ളം കഴിഞ്ഞ നമ്മയിലുണ്ടാ നോക്ക. 2 കൂട്ടര്. ഒന്ന്, ഇശാ കഴിഞ്ഞ് പെട്ടെന്ന് കിടന്നുറങ്ങിയാള്. ഇശാ കഴിഞ്ഞ പിന്നെ ദിക്ർ, സ്വലാത്ത്, ഖുർആനോത്ത്, വഅള് പറയല്, കേൾക്കല്, സിയാറത്ത്, ഇതുപോലെയുള്ള ഒരു നന്മക്ക് വേണ്ടിയല്ലാതെ ഉറക്കമൊഴിക്കാതെ കടന്നുറങ്ങിയ മനുഷ്യന് റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ട്. നമുക്കുണ്ടാകും. അത് എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം അല്ലേ? നിങ്ങൾ പോയി ഉറങ്ങിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഉണ്ടാന്നേക്കുമ്പോ എന്നെ കണ്ണൂട്ടിട്ട് പഠിക്കും. നിങ്ങൾക്ക് അർത്ഥാന്നല്ലേ ചെല്ലുന്നത് അല്ലേ? മനസ്സിലാകുന്നില്ലേ? എനിക്കെല്ലാം അറിയുന്നു. മലയാളം അറിയുന്നു, കന്നഡ അറിയുന്നു, നക്കിണിക്ക് അറിയുന്നു, എല്ലാം വേണ്ടി പോലെ മിക്സ് ആക്കിയിട്ട് അല്ലേ. മലപ്പുറത്തും പോയിന്, വടകര പോയിന്, അതിൻ്റെ അപ്പുറവും പോയിന്, ആടെ പോയിട്ട് നോക്കുമ്പോ ഓരോ ഭാഷയിൽ അല്ലേ. ഒട്ടറാസ് ഞമ്മക്ക് ഭാഷയില്ലാതെ ഇതല്ല ചെല്ലിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയൊക്കെ വേണമെങ്കിൽ നമുക്ക് കീഞ്ഞിട്ട് വരാം. കുറച്ച് കൈയ്യട്ട് ഫസ്റ്റ് തന്നെ എന്താ അല്ലേ. അല്ലെ, ഓരോരോ ഭാഷയിലാണ്. റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. വിശദീകരിച്ചുകൊണ്ട് അല്ലമഹുൽ ബയാനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, എല്ലാ ഭാഷകളും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അറബിക്ക് മാത്രമാണ് ഒരു പ്രത്യേക ബഹുമാനമുള്ളത്. ബാക്കിന് കൊല്ലക്കാരൻ്റെതായെങ്കിലും കാസർഗോട്ടുകാരൻ്റെതായെങ്കിലും അല്ലെ, ഇതിനപ്പുറം മംഗലാരത്തുകാർത്താണെങ്കിലും ആറ്റൊന്നും കളിയാക്കാനില്ല, ഒന്ന് ചിരിക്കാനുമില്ല, നമ്മളതൊരു നല്ലത് എന്ന് പറയാനുമില്ല. ഓരോന്റെ നാട്ടിന്റെ ഭാഷ, ഓരോർക്ക് മനസ്സിലാകുന്ന ഭാഷ, ഓരോരുത്തരും മിണ്ടുന്ന ഭാഷ അതന്നെയാണ്. അങ്ങനെയാണ്, അതാണ് ഏറ്റവും ഖൈർ. അവനാവനിക്ക് അവനാവന്റെ ഭാഷ അല്ലെ. ഞമ്മന്നെ പറയുന്നു ഏടെ പോവും
ഈ നാടുണ്ടല്ലോ ഉസ്താദ്, ഇത് വെറുമ്പടക്ക് ഈ നാട്ടിനത്ര നഞ്ചു നിരക്ക ഓടയില്ല അല്ലേ? അങ്ങനെ ആര് പറയുന്നത്? നാട്ടുകാർ. ഞമ്മങ്ങനെ പറയാൻ പാടില്ല. വാസ്തവം ചിലപ്പോ അങ്ങനെ ആയിരിക്കും, അല്ലാതെ ഇരിക്കും. ഈ നാട്ടിൽ അപ്പുറം അതിന്റെ വേറെ പോകുമ്പോ ഈ നാട്ടിൽ കട അല്ലെ? ഏടിയൊന്ന് നാട് നല്ലത്, മനുഷ്യന്മാര് നല്ലത് എന്ന് പറഞ്ഞ് കാണിക്കാൻ ഏടിയില്ലല്ലോ. അതുകൊണ്ട് മുത്തുമുമ്മിനീങ്ങളായവരോട് പറയുന്നു, നമ്മള് രാവിലെ എണീക്കുകയും വേണം, രാത്രി വേഗം ഉറങ്ങുകയും വേണം. അൽ അശാഉ ഖബ്ലൽ ഇശാ, രാത്രിയുടെ ഫുഡ് ഇശാക്ക് മുമ്പാണ്. ഹബീബ് തങ്ങൾ പലപ്പോഴും ഫുഡ് കഴിച്ചിട്ടുള്ളത് മഗ്രിബിന് മുമ്പ്, അല്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞ് ഇശാഇന് മുമ്പ്. അതാണ് രാത്രി ആഹാരത്തിന്റെ സമയം. അതാണ് ഇതിന് ഉറങ്ങുന്നതിന് ഒരൽപ്പം മുമ്പ്. ചിലപ്പോ ഹബീബ് തങ്ങൾ അസ്ർ മഗ്രിബിനിടയിൽ ഭക്ഷണം കഴിച്ച് രാത്രി കടക്കാൻ നേരത്ത് പാല് കുടിച്ച് കടന്നതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയുന്നിടത്ത് കിതാബുകളിൽ കാണാം. ഇങ്ങനെ പാലൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. നാടൻ പാലോ പാക്കറ്റ് പാലോ അത് പറഞ്ഞിട്ട് നാളെയല്ലോ. ഇപ്പൊ എന്തും പറഞ്ഞിറങ്ങാല, എല്ലാം അപ്പ വരുന്നു വേറെ ക്ലിപ്പാക്കിയിട്ട് അല്ലെ? എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ പാല് കുടിച്ചോളി, നല്ലതാണ്. ഒട്ടകത്തിൻ്റെതോ ആടിൻ്റെതോ പശുവിൻ്റെതോ ആയ പാല് കുടിക്കുന്നത് നല്ലതാണ്. വിറ്റാമിന് കാൽസ്യം ഒക്കെ കൂടാൻ, കൈകാല കടച്ചിലുകളൊക്കെ വിട്ടുമാറി കിട്ടാൻ ഒരുപാട് വിഷയങ്ങളിൽ അള്ളാഹുവിനോട് എല്ലാം കഴിച്ചിട്ട് അള്ളാഹുവിനോട് ബദലാക്കാൻ പറയുന്നുണ്ടെങ്കിൽ പാലിലുള്ള ദുആ പാല് ജാസ്തിയാക്കാനാണ്. പാല് ബറക്കത്തുള്ളതാണ്, പാല് ഭക്ഷണം പോലെയാണ്, പാല് വെള്ളമാ എല്ലൊക്കെയാണ്. പാലിന് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് പാല് കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടവുമുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളും ഉണ്ട് അല്ലേ? പെണ്ണുമക്കളൊന്നും ഇപ്പത്തെ ആധുനിക ആണും പെണ്ണുമക്കളൊന്നും പാല് കുടിക്കൂല. ശരിക്കുള്ള പാല്, ഉപ്പിടാത്ത പാല്, മധുരമിടാത്ത ഷുഗറിടാത്ത പാല്, അങ്ങനെ ആ പാല് അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. പകരം കാൽസ്യമിന്റെ ഗുളികകൾ കുടിക്കും, പാല് കുടിക്കൂല. മീൻ തിന്നൂല. മീൻ തിന്നണം. ചെറുമത്തി പോലത്തെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. മത്തി അത് കാൽസ്യങ്ങളുടെ കലവറയാണ്. മത്തിയൊക്കെ തിന്നണം. അല്ലുസ്താദെ ഗ്യാസ്ട്രിക് അല്ലാത്തതിന് എല്ലാം നോക്കിയിട്ട് തിന്നാൻ തുടങ്ങിയല്ലേ? ലേട്ടാക്കിയിട്ട് മരിച്ചിട്ട് പോയിന്നാണ് യൂട്യൂബ് നോക്കിയിട്ടല്ല കൺട്രോൾ ആക്കിയിട്ട്. അങ്ങനെ കൺട്രോൾ ആക്കണ്ട. കുറച്ച് ഗ്യാസിനും ജീവിക്കണ്ടല്ലേ? ഗ്യാസ് ഉരുക്കിട്ട് കുറച്ചൊന്ന് ആറ്റാനൊക്കവും ശരിക്കൊന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോ ഗ്യാസൊക്കെ പോകും. അതുകൊണ്ട് മീന് കഴിക്കാം, പാല് കഴിക്കാം. പാലും മീനും ഒരുമിച്ചാകണ്ടാന്നാണ്. വേവിച്ച ആഹാരവും വേവിക്കാത്ത ആഹാരവും ഒരുമിച്ചാകണ്ടാനാണ്. നമുക്കൊരു ബിരിയാണിന്റെ കൂടെ നല്ല തണുപ്പുള്ള ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഇനി തണുപ്പുള്ളത് കുടിക്കലേ നല്ലതല്ല. ഇവിടെ ഫലസ്തീനി മക്കളുടെ ചോര കുടിക്കുന്ന കൂട്ടരുടെ അന്നപാനീയങ്ങൾ ഒഴിവാക്കാ. നിങ്ങൾക്ക് മനസ്സില്ലാതെ സ്റ്റേറ്റസിൽ ഫലസ്തീനി മക്കൾക്ക് അനുകൂലമായി സ്റ്റേറ്റസ് ഇട്ടത് കൊണ്ടായില്ല. അവർക്കുള്ള സപ്പോർട്ടായി വരുന്ന സകലതും നമ്മൾ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചൂടാക്കിയതും ചൂടാക്കാത്തതും ഒരുമിച്ച് നല്ലതല്ല. ഇനിയിപ്പോ തിന്നുവെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്നൊന്നല്ല പറയുന്നത് അല്ലെ? അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലല്ല അല്ലെ? മീനും വെജും നോൺ വെജും ഒക്കെ ഭാര്യ വലിച്ചിട്ട് ഒരാളോട് കേട്ട് ഇതെല്ലാം എങ്ങനെയാവും. അപ്പൊ ഒരാൾ പറയുന്നു എന്തുവാന്നില്ല, ബണ്ണൊക്കെ എപ്പം ഒരിക്കൽ തിന്നെങ്കിൽ എന്തുവാന്നില്ല. അപ്പൊ വേറൊരാള് പറഞ്ഞു മണ്ണും കല്ലും അല്ലാത്ത എന്ത് തിന്നെങ്കിൽ ഞങ്ങൾക്ക് കലങ്ങുന്നു. ഒരാൾ അങ്ങനെയുണ്ട്. മണ്ണും കല്ലും അല്ലാത്തത് എന്ത് തിന്നെങ്കിലും കലങ്ങുന്നു. എന്ന് തിന്നുന്നതിനൊന്നും വിരോധമല്ല, ഹലാലായതാണെങ്കിലൊക്കെ തിന്ന. എന്നാലും രാത്രി ആഹാരം കുറച്ച് വേഗം കിടന്നുറങ്ങി, രാത്രി വെള്ളം കുറച്ച് വേഗം കിടന്നുറങ്ങി, പകലുകൾ ധാരാളം വെള്ളം കുടിച്ച് രാത്രി കുറച്ച് വെള്ളം കുടിച്ച് കുറച്ച് ആഹാരം കഴിച്ച് വേഗം കിടന്നുറങ്ങിയ ആളുകൾക്ക് റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ട്. രാവിലെ തഹജ്ജുദിന്റെ വേള, സുബഹിയുടെ വേള, ഉറക്കിൽ നിന്ന് ഉണർന്ന വീട്ടുകാർക്ക് റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ട്. ഈ രണ്ടു കൂട്ടർക്കും റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ട്. നിങ്ങൾ പോയി നോക്ക, രാത്രി ഇശ കഴിഞ്ഞിട്ട് ഉറങ്ങിയപ്പോ കിട്ടുന്ന ദുആ, റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഞമ്മക്കുണ്ടാന്ന്. അത് ഏതായാലും ഇല്ല. നെട്ടുള്ളോനും ഇല്ല, നെട്ടില്ലാത്തോനും ഇല്ല. ഉണ്ടാ ആർക്കും ഇല്ല. നെട്ട് തീർന്നെങ്കിൽ പിന്നെ തന്നെ കട എടുത്തിട്ട് ഒരുക്കം ഓണാക്കി തന്നിറ
ഓൻ ചെന്നില്ല, എൻ്റെ കാലിയായിന്ന്. ഓൻ്റെ കാലിയായിട്ടില്ല, ഓന് പേടി ഇതിപ്പോ ഹോട്ട്സ്പോട്ട് കൊടുത്തെങ്കിൽ വേഗം കാലിയാണ്, സ്പീഡ് പോകുന്നു. പിന്നെന്താക്കുന്നേ, പണ്ട് സേവാക്കിയിട്ട് വന്നതും വാട്സപ്പിൽ വന്ന വീഡിയോസ് എല്ലാം നോക്കിയിട്ടൊരു സമാധാനം. അവരുത് അങ്ങനെയാവരുത്. സമയം അമൂല്യമാണ്, സമയം അമൂല്യമാണ്. ആമിർ ഇബ്നു അബ്ദു ഖൈസ് തങ്ങളോട് ഒരാൾ പറഞ്ഞു, ഞമ്മക്ക് ഒരൽപ്പനേരം മിണ്ടാം, നമ്മൾക്ക് പരസ്പരം ഒരൽപ്പനേരം സംസാരിക്കാം, ഒരൽപ്പനേരം കഥ പറയാം. ഇത് പറയേണ്ട താമസത്തില് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അംസിക് ശംസ്, ഞാൻ നിന്നോട് മിണ്ടാം, ഹത്താ ഉകല്ലിമക, ഞാൻ നിന്നോട് മിണ്ടുന്നത്ര നേരം നീ സൂര്യനെ പിടിച്ചു നിർത്തണം, എന്നാ നിന്നോട് ഞാൻ മിണ്ടാം. അല്ലാതെ നമ്മൾ തമ്മിൽ മിണ്ടുകയും എൻ്റെ സമയങ്ങളങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഈ സമയം എന്നുള്ളത് ലായഊദു ബഅദ മുറൂരിഹി, അതെന്റെ ജീവിതത്തിൽ നിന്ന് പോയാ പിന്നെ എനിക്കത് കിട്ടൂല, പിന്നെ എൻ്റെ സമയം കിട്ടൂല. അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്, നീ സൂര്യനെ പിടിച്ചു വെക്കണം എന്നാ ഞാൻ റെഡി, ഞാൻ മിണ്ടാം. നമ്മളാ ഒരുത്തന് മിണ്ടാൻ കിട്ടി, നീ പോണ്ട നിൽക്കുന്നവരെ എന്നിട്ട് നീ അല്ല, ഞാൻ ഏതായാലും ഉസ്താദല്ല ചെല്ലല്ലേ, ഞാൻ യാറമു ഇല്ലമ്മ, നീ യാറമുണ്ടുന്ന, നീ മുണ്ടുന്ന കുറച്ചല്ലേ, നീ ഇരിക്കുന്ന കുറച്ച് സബറാക്ക്. അപ്പുറത്തെ ഇപ്പുറത്തെയുള്ള വീട്ടിലെ പെണ്ണുങ്ങളപ്പുറം ഇപ്പുറം എല്ലാം മുണ്ടി, എന്തെല്ലാം മുണ്ടി, അതെല്ലാം മുണ്ടി 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 പള്ളിന്റെ വിഷയവും അല്ലേ. ഇതെല്ലാം പള്ളിന്റെ ഗുൽമാലും നാട്ടിന്റെ ഗുൽമാലും കുഴപ്പമില്ല. കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ പെണ്ണുങ്ങളോടെ കാണും, ഓർക്കറിയുന്നു. പെണ്ണുങ്ങളെ ദൂരെയല്ലവാ നല്ലത്, ഓർക്കറിയുന്നു. എങ്ങനെ ഈ പൊരയിൽ നിന്നിട്ട് അപ്പുറത്തേക്ക് വിളിച്ചിട്ട് മാപ്പിളെ പുതിയ അപ്പളെ പ്രസിഡന്റോട് മുണ്ടുന്ന, ഇപ്പുറത്തെ സെക്രട്ടറിയോട് മുണ്ടുന്ന, മുണ്ടിട്ടാകുമ്പോൾ ലാസ്റ്റ് ഓക്ക് തന്നെ ഡൗട്ട്, യോ ആരെ സൈഡിലുള്ള അല്ലേ. വൺ സൈഡ് അല്ല, 2 തലയല്ല 4 തല, 2 തലന്റെ പാമ്പ് തല കെട്ടണല്ല ഇപ്പല്ല. നിങ്ങൾ അവസരവാദികളാകാൻ പാടില്ല. ഇന്ന് അവസരവാദികൾ എന്നല്ല, ഇന്ന് എന്ത് വന്നാലും അങ്ങനെയാണ് ആളുകളൊക്കെ. അങ്ങനെ നമ്മളാവാൻ പാടില്ല. സമയമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ അനാവശ്യത്തിൽ കാലം കളയരുത്, സമയം കളയരുത്. മഹാന്മാര് പറയുന്നു, അബൂബക്കർ ഇബ്നു ഖയ്യാശ് തങ്ങൾ പറയുന്നു, നിങ്ങൾ പണം സൂക്ഷിക്കുന്നുണ്ട്, പൈസ സൂക്ഷിക്കുന്നുണ്ട്, സ്വത്ത് സൂക്ഷിക്കുന്നുണ്ട്, എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കെന്തേ നിങ്ങളുടെ ജീവിതത്തിന്റെ സമയം നിങ്ങൾ എന്തേ സൂക്ഷിക്കുന്നില്ല? നിങ്ങൾക്ക് രക്ഷ കിട്ടണോ? പണത്തെക്കാട്ടിയും വലുതാണ് സമയം. പണം നമുക്ക് പിന്നെയും ഉണ്ടാക്കാം, പണം ഉണ്ട്, സമയമില്ല. കോടികളുണ്ട്, മരിക്കാൻ കിടക്കുന്നു, എന്ത് ചെയ്യാനാണ്? കുറെ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, സമയം വേണ്ടേ? ആ സമയം കൊന്നുകളയരുത്. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, റബ്ബിന് ഒരാളിൽ ഇഷ്ടമുണ്ടായാൽ റബ്ബ് തആല അവന് ചെയ്യുന്നത് എന്താണ്? മഹാന്മാര് പറയുന്നു, അലാമത്തു ഇറാദില്ലാഹി തആലാ അനിൽ അബ്ദ്, ഒരാളെ തൊട്ട് അല്ലാഹു തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളതിന്റെ അടയാളം എന്താണ്? നമ്മളെ തൊട്ട് നമ്മളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. നമ്മളെ നോക്കുന്നില്ല, പഠിച്ചോന് നമ്മളെ വേണ്ട, അല്ലാഹു നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതിലേക്കുള്ള ലക്ഷണം മഹാന്മാര് പറയുന്നു. ഒരു മനുഷ്യൻ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെയാണോ? ഇഷ്തിഗാലുഹു ബിമാ ലാ യഅനി, ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുന്ന മനുഷ്യനാണെങ്കിൽ ഓനെ തൊട്ട് അല്ലാഹു തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്, ഓനെ അല്ലാഹു ഒഴിവാക്കിയിട്ടുണ്ട്. റബ്ബോനെ കൈവെടിഞ്ഞിട്ടുണ്ട്. വേണ്ടാത്ത വിഷയത്തിൽ വേണ്ടാത്ത വിഷയത്തിലേക്ക് കൈയിടാൻ രാത്രിയും പകലും എവിടെയും വേണ്ടാത്ത വിഷയം. അപ്പൊ വേണ്ടാത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഏതാണ്? വേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹസ്സാൻ ഇബ്നു അബൂ സിനാൻ തങ്ങൾ അവരുകൾ ഒരു വീട് കണ്ടപ്പോ ചോദിച്ചു, മതാബുനിയഹദ, ഇത് എപ്പോ കെട്ടിയതാണ് ഈ പൊര? ഈ വീട് എപ്പോ ഉണ്ടാക്കി? അങ്ങനെയല്ലേ കേക്കല്? എത്ര കൊല്ലായി അല്ലേ ഇത് കെട്ടിയിട്ട്? എത്ര കൊല്ലായി? അങ്ങനെ ചോദിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ടവർക്കൊരു ബേജാറ്.
ഇത് എനിക്ക് വേണ്ട, എനിക്കിത് ആവശ്യമുണ്ട്, ഞാൻ എന്തിനത് ഇത് ഹറാമല്ല, ഇത് കറാഹത്തല്ല, ഇത് തെറ്റല്ല, ഗീബത്തല്ല, നമീമത്തല്ല, കുർപ്പാത്തെണ്ണിയതല്ല, ബടായി വിട്ടതുമല്ല. ഇങ്ങനെ കാണുമ്പൊന്നും ചോദിക്കാൻ തെറ്റില്ല. മാത്രം എന്ത് കേൾക്കാൻ പാടില്ല, ഓരോരുത്തർ കേട്ടിട്ട് എല്ലാം കേൾക്കില്ല. അപ്പൊ അന്തജ് നിനക്ക് എത്ര വയസ്സപ്പോ? നിന്റെ ഓക്ക് തിരിയക്ക്, ഓൻ ഇത് ബേജാറ്, ഓൻ്റെ ഓക്ക് ഓന് ഒരേ വയസ്സ്. അപ്പൊ ഓൻ്റെ ഓളും എന്തെങ്കിലും നല്ല ഡിഫറൻറ്റ് ഉണ്ടാന്നിട്ട് അതറിയുന്ന ചിലർക്ക് അങ്ങനെ ഒരു മാനസിക സുഖം എന്ന്. ഇപ്പുറത്തോന് ലാഭമില്ലാത്ത ബേജാറ്, അപ്പൊ അപ്പുറത്തോ വന്നിട്ട് എല്ലി ബോണിയായിട്ടില്ലാന്ന്. അപ്പൊ ഓൻ ചൊല്ലി എനിക്ക് സമാധാനമായത്, കാരണം എനിക്ക് ബോണിയായി അല്ലേ. മറ്റുള്ളോന്റെ ബേജാറ് സന്തോഷമായി കാണുന്നവൻ മുസ്ലിമല്ല. പറഞ്ഞല്ലോ അഹിബ്ബലിന്നാസി മാ തുഹിബ്ബുലി നഫ്സിക്ക്, നിനക്ക് ആശ ഉള്ളതല്ലോ എല്ലാവർക്കും നീ ആശപ്പെട്ടാൽ നിന്റെ പേരാണ് തക്കുന്നിയാകുന്നു മുസ്ലിമാ. അപ്പോഴാണ് നീ മുസ്ലിമാന്ന്. എങ്ങനെ നമ്മൾ മുസ്ലിമാകണമെങ്കിൽ നിങ്ങൾക്ക് ആശ ഉള്ളതെല്ലാം മറ്റുള്ളവർക്കും കിട്ടണമെന്ന് കൊതിക്കണം. ഞമ്മക്ക് എന്തെല്ലാം വേണം? കാറ്, പൊര, വണ്ടി എല്ലാം വേണ്ടേ? എല്ലാവർക്കും അതെല്ലാം കിട്ടണമെന്ന് നീ കൊതിച്ച അള്ളാഹു നിനക്ക് പകരം തരുന്ന സമ്മാനം സ്വർഗമാണ്. അള്ളാഹു നമുക്ക് പകരം തരുന്നത് സ്വർഗാണ്. അത്യാവശ്യം കൈ കൊടുത്തവരുണ്ട്, വേഗം വന്ന് സദസ്സിലിരിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ പേറ്റിൽ മെല്ലെ അല്ലേ, തങ്ങളെ പയ്യെന്ന് പോയിട്ട് മെല്ലെ സീതയിൽ എന്നെ പോന്നെ. തങ്ങ പോയി ഇരിക്കട്ടല്ലേ ഞങ്ങളെ, അതാ ഇരിക്കട്ടെ. തങ്ങ പറഞ്ഞ് ഇരിക്കട്ടെന്നില്ല, വേണിക്കണ്ട, വരി ഇങ്ങ് വരി. കമ്മിറ്റിക്കാർ ആവശ്യമുള്ള പോയിക്കോളി അല്ലേ, പിന്നെ ഓറ ഇരുത്തിയിട്ട് പിന്നെ വരി, ബാക്കിയുള്ള ആളെല്ലാം വരി. ചില ആളങ്ങനെ എണിക്കാൻ കാരണം നോക്കുന്നത്. മീറ്റിംഗ് ആയോണ്ടാകുമ്പോൾ 1 മിനിറ്റ് ആയിട്ട് ഫോൺ തല ചെവിക്ക് വെച്ചോണ്ട് പോയങ്ങോൻ്റെ ഒടുക്കത്തിൻ്റെ 1 മിനിറ്റ് ഓൻ വയ്യൊക്കെ വരുന്നേ ഇല്ല. ഫോൺ ആര് വിളിച്ചില്ല ഓക്ക് മിസ് കോൾ ആക്കുന്നത്, ഓള് പേടിച്ചിട്ട് വേഗം വിളിക്കുന്നു. ഇതിനടുത്തോണ്ട് ഒറ്റ പോക്ക്. അല്ലെ ഗലാട്ടാന്ന പരിസ്ഥിതി ഉണ്ടെങ്കിൽ അതേ നല്ല ഏറ്റവും ഹൈർ. അങ്ങനെ വല്ല എണിച്ചിട്ട് പോകുന്നതാണ് നല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടാക്കല, വേഗം നിർത്തും. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് മുത്തുമുമ്മിനീങ്ങളെ, ഇത് എപ്പോ കെട്ടിയ പൊരേന്ന് കേട്ടത് കൊണ്ട് അത്ര തന്നെ കേട്ടണ. എപ്പോ കെട്ടീനെ പൊര, എപ്പോ കെട്ടിയെന്ന് ഞമ്മയാ പൊരയെല്ലാം കറക്റ്റായി. മാത്രം ഗ്രാനൈറ്റിന്റെ കളർ അത്ര മാത്രം കുറച്ച് ഡിമ്മ് പോലെ ഇനി പെയിന്റിന്റെ കളർ, ആ ബോർഡർക്കെല്ലാം കൊടുത്ത കളർ അത്ര സൂട്ടായിട്ടില്ല. ഓന് വേറെ ഈ സൂട്ടാവാത്തത് എന്തല്ലോ ഓന്റെ ബേജാറ്. ഓൻ പൊരയെല്ലാം കെട്ടിട്ട് കണക്കിനാട്ട് യാറെ വലിയ ആളാന്ന് വേണ്ട, ഓന് കുറച്ചങ്ങ് ടെൻഷനാട്ട്. എങ്ങനെ ഇത്ര ചെല്ലുമ്പോ നീ ഇത്ര വലിയ പൊര കെട്ടിട്ട് ടൈൽസ് ആരെങ്കിലും ഇടുക? ബാധ സീക്ക് വരുന്നില്ലേ? ബാധയാ ഏത് ബാധം വരണമെങ്കിൽ അത് അത്ര സമയമുണ്ട്. അതിന് പിന്നെ ഈ ചെല്ലിയോനി ബാധം വന്നിട്ട് പോന്നാ ചില ആള് കൊട്ടം പിടിച്ച നാവില് ചെല്ലിങ്കോ അങ്ങനെയാണ് അല്ലേ. വന്നിട്ട് ഗൾഫിൽ നിന്നല്ലേ വന്നിട്ട് പാലക്കാട് നല്ല പുതിയ പാൻറ്റും ഷർട്ടെല്ലാം ഇട്ട് തടിയല്ലോ 2 മാസം പട്ടിണി ഇരുന്നിട്ടല്ലോ സെറ്റാക്കിയിട്ട് ഇല്ല ജിമ്മിനേക്കെല്ലാം പോയിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ഇടുക്ക് എത്തുമ്പോൾ കമ്മിറ്റിക്കാർക്കെല്ലാം വന്നിട്ട് ഷേക്ക് കണ്ടെല്ലാക്കി നല്ല സ്പ്രേ എല്ലാം അടിച്ചിട്ട് വന്നിട്ട് ഫസ്റ്റ് പള്ളി കയറുമ്പോൾ എന്താ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, എന്താ ഇതിനെല്ലാം ഒട്ടിയിട്ടെല്ലാം പോയിന്നല്ല, എന്തില്ല റെഡി. പഠിച്ചോന് 2 മാസം ഇടങ്ങേറായിട്ട് പൈസ കൊടുത്തിട്ട് വലിയ വലിയ കട്ടണയെല്ലാം പൊന്തിച്ചിട്ട് ഓൻ്റെ വയറെല്ലാം എടുത്തിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വയറുണ്ടെങ്കിൽ പെണ്ണ് പിള്ളേർക്ക് പൊതു കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വയറ്റിനെല്ലാം കളഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ഇടുക്ക് എത്തി നോക്കുമ്പോൾ ഷുഗർ ഉണ്ടാന്ന്. ചില കൊട്ടം മുടിച്ച നാവില് കേട്ടെങ്കും അങ്ങനെ കാലക്കേട് പോലെ അല്ലേ. ഈ ഇല്ലേ കേട്ടിട്ട് ഓനിങ്ങനെ ബേജാറ്, ഷുഗർ ഉണ്ടാവും, അയാൾ ചെല്ലിയ പോലെ ഉണ്ടാവും, ശരി ഉണങ്ങിയ പോലെയാണ്, കൈകാല് വെച്ച പോലെയാണ്. ഇത് നാട്ടിൽ വന്നിട്ട് ഈ മനുഷ്യന്മാരെല്ലാം കൈകാല് കട്ടുന്ന ഷുഗറിലല്ല മനുഷ്യന്മാർ എണ്ണിയാവും വന്നിനി ഭാരിക്കൊണ്ട് കോരിക്കൊണ്ട് വന്നിന് അറബിനെ മുക്കിറ്റേ വന്നിനായിട്ടുണ്ടാവും. ഓ പണ്ട് അവന്റെ ഉപ്പവ തന്നെ അറബിനെ മുക്കിറ്റേ വന്നിന്. ഇങ്ങനെയല്ല ചെല്ലുമ്പോൾ ഇവനെ കാല് കൈയല്ല കടയും അല്ലൈനു ഹക്കുൻ, കണ്ണേറ് ഹക്കാൻ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഓൻ പോകുമ്പോ ഒന്ന് നോക്കാം ഷുഗർ എന്തുണ്ടാന്നിട്ട് പോയിട്ട് ചെക്കാക്കി നോക്കുമ്പോ ഷുഗർ കണ്ടാ. ചില നാവ് അല്ലെ കണ്ണ് ഹക്കാണ്, ഇതെന്ത് കളവല്ല. അല്ലൈനു ഹക്കുൻ. ഒരു സഹാബി ഇങ്ങനെ കുളിച്ചോണ്ടാകുമ്പോ വേറൊരു സഹാബി നോക്കിയിട്ട് ചെല്ലിട്ട് അപ്പാ എന്ത് വെളുത്തിട്ട്, ഞാൻ ഔറത്ത് നോക്കിയതല്ല, ഔറത്ത് കണ്ടിട്ടില്ല. നമ്മൾ പള്ളിക്കാരെങ്കിലും കമ്മിറ്റിയാകും കച്ച കെട്ടിട്ടേ പണി എടുക്കുന്ന പള്ളിന്റെ അടുത്ത്, കബർ വയ്ക്കുന്നതെങ്കിലും കച്ച കെട്ടിട്ട് തന്നെ. ഒന്നാ കബർ വയ്ക്കുന്ന ആൾക്കൊരു നൈറ്റ് പാൻറ്റ് കൊടുക്കുക കമ്മിറ്റിക്കാർ നാട്ടുകാർ, ഒരു കപ്പ് ഇട്ടിട്ട് കബർ വയ്ക്കാൻ. ഔലിന്റെ അടുത്ത് കഴിയുന്നങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മുക്കരി ഔല് ആയിക്കോണ്ടായി വേറൊരാളെ നടന്നുകൊണ്ട് വന്നു, ഇയാൾ ബഗ്ഗിട്ട് ഔല് പോകുന്നത്.
അപ്പൊ അയാൾ ചെല്ലിയല്ല ബണ്ണെന്തിനു ഉസ്താദിനെ കെട്ടിനെ കീച്ചിട്ട് സൈഡിൽ വെച്ചോളി ആ ഇങ്ങനത്തെ എല്ലാ അവസ്ഥ. അപ്പൊ അങ്ങനെ ഒട്രാസി കച്ച കെട്ടുന്നതല്ല, നമുക്ക് സ്വയം ഇല്ല, ഓരോരുത്തർ പൊന്തിച്ചോണ്ട് ചില ആൾ കച്ച കെട്ടുന്നില്ല. നല്ല മനുഷ്യന്മാർ ഒരു സ്വാലിയായ മനുഷ്യൻ എന്നല്ല പറഞ്ഞ പോലെ തുണിന്റെ ഒരു സൈഡ് പൊന്തിച്ചോണ്ട് പോന്ന ഒരു സൈഡ്. ഇത് ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിൽ കാണാൻ പാടില്ല. അത് പള്ളിയാണെങ്കിലും ഖബർസ്ഥാനിയാണെങ്കിലും ചെറുപ്പക്കാർ ഈ ബർമ ഇതെല്ലാം ഇട്ടിട്ട് ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും നിസ്കാരം കള ആക്കിയിട്ടില്ലെങ്കിലും മുട്ട് കാണിക്കാൻ പാടില്ല. മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ളത് ഔറത്താണ്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനും പാടില്ല. ആണുങ്ങളാട്ടി യാറെ പെണ്ണുങ്ങളെ ഉണ്ടോ? പെണ്ണുങ്ങളുണ്ടോ ഉസ്താദിൽ? രണ്ട് സൈഡിലുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല. ഉണ്ടാ ഉസ്താദിൽ രണ്ട് സൈഡിൽ പെണ്ണും കൊണ്ട് ഉസ്താദ് എൻ്റെ ആള് കുറച്ചെന്ന് ഞങ്ങൾക്ക് ബേജാറാണ്ടായിട്ട് ഉസ്താദ് സമാധാനാക്കിനെ. അപ്പം ഞാൻ ഏതായാലും ഇതിലൊത്തുണ്ട്. രണ്ട് സൈഡിൽ ഞങ്ങൾക്ക് ആണുങ്ങൾ തന്നെ കാണുന്നത്, അല്ലെ വേറെ ഒന്നും മിസ്റ്റേക്കാ എന്തെന്നറിയാല. വേദമായിട്ട് അള്ളാഹു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കെല്ലാം അള്ളാഹു ബർക്കത്താക്കട്ടെ, അല്ലേ? പെണ്ണുങ്ങളെന്തു യാറെ ചൊല്ലിറാണത്തില്ല. ഇതിൻ്റെ ഇടക്കത്തിലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങളെ പറയുടെ ഉസ്താദ് അരെ എന്നെ കാണിച്ചു ഞാൻ എന്താക്കല്. അപ്പം അതുകൊണ്ട് പെണ്ണുങ്ങളെ പോതണത്ര, ഇല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ട് കാര്യം കേസ് ഇട്ടങ്ങ് പോയി തീർന്നു. അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ല. ചില നാട്ടിലല്ല, ഈ നാട്ടിലല്ല നല്ല മനുഷ്യന്മാർ, ചില നാട്ടിലല്ല പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു ആദത്തുണ്ട്. കേട്ട് കേട്ട് എത്രയുണ്ട് മോനെ ശമ്പളം? മംഗലം വിളിക്കാൻ വന്നിന് കേൾക്കുന്ന ശമ്പളം എത്രയുണ്ട്? ഒരു പൊന്ന് എത്ര ഇടുവാന്ന് എന്തു ചെലീനവർ? പൊന്ന് എത്ര ഇടുന്ന് ഈ മാക്ക് മുന്നല്ല അറിയണോ? ഇല്ല, എന്ത് ചെല്ലിയിട്ടില്ല. അല്ല ആയങ്കോളം ഇഞ്ഞാക്ക് എത്ര ഇട്ടണാന്തോപ്പോ? ഏത് ഒരു ഐഡിയ, ഒരു അന്തജര ഐഡിയ പിടിക്കണ്ടേ? അന്തജര ഇട്ടണാന്തോ? ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പോയിട്ട് ഗേറ്റിനകത്തേക്ക് എത്തുമ്പോൾ ഇതമല്ല നീ സർബത്ത് എന്ത് കുടിക്കുന്നില്ലേ പാ, നിന്റെ മംഗളത്തിന് വരണ്ടേ? ഇത്ര നേരം കഥ തന്നെ കേട്ടെ എത്ര ആവുന്നു. വന്നിട്ട് പോയിട്ടാകുമ്പോ അപ്പുറത്തോളോട് 1 ലക്ഷം ശമ്പളാലാന്ന് എന്താക്കുന്ന? അപ്പൊ ഈ 1 ലക്ഷത്തിന് എന്താക്കുന്ന? ഈ 1 ലക്ഷത്തിൽ ബാക്കി എത്ര നിൽക്കണം മാസത്തിലാകുമ്പോ? മാസത്തിൽ പിന്നെ 1 ലക്ഷം കടം. ഈ അവസ്ഥയിലാണ് നമ്മളിങ്ങനെ വേണ്ടാത്തങ്ങനെ ചോദിച്ചോണ്ട് പോകാൻ പാടില്ല. മംഗലം കഴിഞ്ഞിട്ട് പുതിനാട്ടിയെല്ലാം വന്നിട്ടാകുമ്പോൾ അഡ്ജസ്റ്റ്മെന്റിന് അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല മാല വളയെല്ലാം കുറച്ച് കട, അതിൻ്റെ ഇടക്കിടക്ക് ഒരു 1 ഗ്രാമിൻ്റെ ഒരു പീസ്, അല്ലേ? ഭർത്തിയാണ്ട് ഇങ്ങനെ വില ഇനിയിപ്പോൾ ഒരാഴ്ചയിൽ ഒരു പൗണ്ടിന് 1 ലക്ഷത്തോളാണ്. 13,000 രൂപ ഗ്രാമിന് ആവാൻ സാധ്യത ഉണ്ട്, ആവാതിരിക്കാനും സാധ്യത ഉണ്ട്. ഏതുമായിട്ട് എങ്ങനെ ഈ വന്നിട്ട് കേൾക്കുന്നത് മംഗളത്തിൻ്റെ അന്നെ ബേജാറിൽ ഉണ്ടാതെ പുതിനാട്ടിക്ക് ബേജാറും കൈന്നില ഈ പൊട്ടത്തിന് നിന്നിട്ട് തന്നെ കൈൻ്റെ കാലിൻ്റെ മുട്ടെല്ലാം പഠിച്ചിട്ട്, അല്ലേ? ചിരിച്ചിട്ട് ചുണ്ടല്ല അപ്പുറം പോയിന് ചിരിച്ചിട്ട് എല്ലാവരുടെ പൊട്ടത്തിനും ചിരിക്കണ്ടേ, അല്ലേ? ഓരോരുത്തർ വന്നിട്ട് നിൽക്കുമ്പോൾ ഓള് പുതിനാട്ടി വല്ല ചിരിച്ചിട്ടിരിക്കണ്ടേ? ഏതെങ്കിലും ഒരുത്തിൻ്റെ ഒക്കെ ചിരിച്ചില്ല അങ്ങ് ചെല്ലു എന്ത് പുതിനാട്ടി ബുദ്ധൂസ് പോലെ കുത്ത നിന്നേന്നല്ല, അല്ലേ? ഈ ബേജാറിൽ നിൽക്കുമ്പോൾ പൊന്നെല്ലോ നിന്റെ തന്നെ അല്ല കടമേങ്ങിട്ട് വിറ്റ് കൊടുന്നിനാ വന്നിട്ട് എത്തിയിട്ട് പൊന്നെന്ത് മാറ്റിയിട്ട് വെച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പാടുള്ളതല്ല, തെറ്റാണ്, ചോദിക്കാൻ പാടില്ല. ഒരാളുടെ മനസ്സ് വേദനിക്കുന്ന ചോദ്യം. ചില മക്കളില്ലാത്ത ആളുകൾ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉസ്താദേ മക്കളില്ലാത്ത ബേജാറത് അതെങ്ങനെങ്കിലും സഹിക്കാം. പക്ഷെ പോയേർത്ത് ബൈക്കാനിരിക്കുമ്പോ പോയേർത്ത് കുടുംബത്തില് ഫംഗ്ഷന് പരിപാടി ഏടെ പോകുമ്പോഴും കേൾക്കുന്ന എന്തായിട്ടില്ല പോ എന്തായിട്ടില്ല എന്ന് അറിഞ്ഞ ഓർവിനെ വാക്കുന്നില്ലേ? ഏത് എന്തായിട്ടില്ല? അല്ല ആയിട്ടില്ല. അല്ല നിന്റെ ഫോൾട്ടാ എന്റെ ഫോൾട്ടാ? ആയത് അറിയല. അപ്പൊ അവിടെ ആയുർവേദിക്കല് കിട്ടുന്ന അതാക്കിനാ. അപ്പൊ നീ എന്താ കൊഡാ ആന്നില്ലേ? കൊഡു ഇവിടെ കൊണ്ടു വന്ന് ഈ പയ്യല്ല പ്രസവിക്കാത്ത പയ്യന് ഞങ്ങളങ്ങോട്ടല്ല കൊണ്ടു വന്ന് ഇവിടെ എന്താ പയ്യോ ഇല്ലേ? പയ്യുണ്ടാ? പയ്യോനെ പോറ്റിക്കോളി, നല്ലതന്നെ. ഒരു വീട്ടിലൊരു ജീവി ഉണ്ടാവുന്നത് നല്ലതാണ്. പയ്യോ മൂരിയോ കോയിയോ ആടോ ഉണ്ടെങ്കിൽ പൊരലി കടപ്പു ചൈത്താന്റെ പോക്ക് വരവല്ലുണ്ടെങ്കിൽ അതടിച്ചു പോകും, അല്ലേ? ചില പൊരയിൽ പറഞ്ഞില്ലേ, കോയി എത്ര കോയി ഉണ്ടെങ്കിലും ചത്തിട്ട് പോകുന്നു, അല്ലേ? എത്ര പൂച്ച വന്നെങ്കിലും ചത്തിട്ട് പോകുന്നു. പൊരക്കാർക്ക് അതൊക്കെ കാവലാണ്, നല്ലതൊക്കെയാണ്. ചികിത്സയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അള്ളാഹു ഖൈർ നൽകട്ടെ. ഈ പെണ്ണുകിടാക്ക പ്രസവിക്കാത്ത ബേജാറും കൊണ്ട് എവിടെക്കെങ്കിലും പോകുമ്പോ പെണ്ണുങ്ങളപ്പുറടി ഓർബൈക്കാതെ കരഞ്ഞിട്ട് ബേജാറിൽ തിരിച്ചിട്ട് വരുന്നേ എന്തേ? മക്കളില്ലാത്ത ബേജാറും സങ്കടം ഉണ്ടാകുമ്പോ പരസ്യമായി പബ്ലിക്കായിട്ട് അവര് ചോദിച്ചിട്ട് കളിയാക്കി ചിരിച്ചിട്ട് നീ എന്തേ ഉസാറില്ലാത്തേന്ന്. ഇത് ഉസാറിലോർക്കെല്ലാം മക്കാന്നെങ്കിൽ ഇത്ര പണി ഉണ്ടായ, അല്ലേ? നീ എന്താ ഉസാറ് മതിയല? എന്താ 3 കൊല്ലായിട്ട് എന്താ ഉസാറ് മതിയല? മാത്രമേ മിറ്റു കുടിച്ചിട്ടില്ലല്ലേ മുന്നേ മിറ്റു പേടിപ്പി, അല്ലേ? ഇപ്പായങ്കായി പിന്നാന്നില്ല. അതിൻ്റെ ഒരു വിധിയും ആര് കോർട്ടൊന്ന് പാസ്സായ പോലെ ഇപ്പായങ്കായി ഇല്ലങ്ങ് പിന്നാന്നില്ല. ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കൽ ഒരു മനുഷ്യന്റെ മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന ഒരു വാക്കും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്.
അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. നമ്മളോട് ഒരാൾ മുണ്ടിയിട്ട് പോകുമ്പോ പോയ ആൾക്ക് കൊസിയാവണം. അന്ന് പോയിട്ട് കിടന്നെങ്കിൽ നല്ല കൂർക്കം വലിച്ചിട്ട് ഉറങ്ങുന്ന പോലത്തെ ഉറക്ക് വരണം. ഒരാളുടെയും ഉറക്ക് നമ്മെ കൊണ്ട് മുടങ്ങരുത്. ഒരാളെ സമാധാനവും നമ്മളെ കൊണ്ട് മുടങ്ങരുത്. ഒരാളെ ബേജാറിനും നമ്മൾ കാരണമാകരുത്. അങ്ങനെ ആയാൽ അത്